ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 22. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിലാണ്. ഇന്നും തീരില്ല. നമ്മളിപ്പം 22 ക്ലാസ്സുകളായി ഈ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിന് തന്നെ. ഇതൊരു ആഴമേറിയ ധ്യാനം ചർച്ചയായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുറേശ്ശെ പോകുന്നത്. നമുക്ക് ചില വൈദികർ വളരെ മനോഹരമായിട്ട് 1 വർഷം കൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. വളരെ ഗംഭീരമായ ശ്രമമാണത്. വേറെ ഒരുപാട് അച്ഛന്മാരും ഇതുപോലെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നല്ല സംരംഭങ്ങളാണ്. നിങ്ങൾ പങ്കെടുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേസമയം അതിൽ പങ്കെടുക്കുന്നവർ ചിലർ സംശയവുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ആ വചന ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് അടുത്തൊരു സ്റ്റേജ് പോലെ എൻ്റെ ഈ വചന ധ്യാനത്തിൽ, പഴയ നിയമ വചന ധ്യാനത്തിലും പുതിയ നിയമ വചന ധ്യാനത്തിലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ സാധിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കുറച്ചുകൂടി മാറാനായിട്ട് 1 വർഷം കൊണ്ട് ബൈബിൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ. ആർക്കാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല, അവർക്കും പറ്റില്ല. പക്ഷേ അതൊരു നല്ല തുടക്കമായിരിക്കും. അതിൽ നിന്ന് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ക്ലാസ്സുകൾ കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പലരും എന്നോട് ഈ ദിവസങ്ങളൊക്കെ പല സംശയങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ സമയമുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകൾ കേൾക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അത് പങ്കുവെച്ച് കൊടുക്കുക. എല്ലാ ദിവസവും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചൂസ് ചെയ്യേണ്ടി വരും. ഇത് താല്പര്യമുണ്ടെങ്കിൽ, അതായത് ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഹീബ്രും ഗ്രീക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പലതും പറയുന്നത്. മാത്രമല്ല മിക്കവാറും ഉന്നയിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾക്ക് മിക്കവാറും ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതിൽ പങ്കെടുക്കാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. അത് പ്രചരിപ്പിക്കാനായിട്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ 6-ാം ദിവസ സൃഷ്ടിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26 മുതൽ 27 വരെ 26-27 വാക്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 28 മുതൽ 31 വരെ വാക്യങ്ങൾ വായിച്ചിട്ട് പൊതുവായ ആശയങ്ങൾ ഞാൻ പറയാം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം വീണ്ടും പറഞ്ഞു: ഭൂമുഖത്ത് ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൽ കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇടജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. തൻ്റെ സർവ്വ സൃഷ്ടികളെയും ദൈവം നോക്കി. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. ഒരു പ്രയോഗം എന്താണ്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഏക സ്രഷ്ടാവ് ദൈവമാണ്. ഏക സ്രഷ്ടാവ്. ആ സ്രഷ്ടാവായ ദൈവം തൻ്റെ സർഗശക്തിയിൽ, സൃഷ്ടിക്കാൻ കഴിയുന്ന ശക്തിയിൽ മനുഷ്യനെ പങ്കാളിയാക്കുകയാണ്. മനുഷ്യൻ മാത്രമല്ല, ഈ പ്രകൃതിയിലെ എല്ലാത്തിനെയും, സസ്യങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ. പക്ഷെ മനുഷ്യനോട് സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ട് അവരോട് അത് ഒരു കൽപ്പനയായിട്ട് കൊടുക്കുകയാണ്: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. അതായത് ഏക സ്രഷ്ടാവ് മനുഷ്യരെ സ്രഷ്ടാക്കളാക്കുകയാണ്. അതായത് 2-ാമത്തെ തലത്തിൽ അവനാണ് ഏക സ്രഷ്ടാവ്. ഇപ്പോഴും അവൻ തന്നെ. പക്ഷെ അവൻ്റെ സൃഷ്ടികർമ്മത്തിൽ, സൃഷ്ടിക്കാനുള്ള കഴിവിൽ, സർഗശക്തിയിൽ മനുഷ്യരെ പങ്കാളികളാക്കി അവരെ സ്രഷ്ടാക്കളാക്കുകയാണ്. പിന്നീട് നമുക്ക് പുതിയ നിയമത്തിൽ കാണാം, മഹാപുരോഹിതനായിട്ട് ഒരാളേ ഉള്ളൂ. ഏക പുരോഹിതൻ ക്രിസ്തുവാണ്. പക്ഷെ അവൻ്റെ ഏക പൗരോഹിത്യത്തിൽ സ്ലീഹന്മാരെ അവൻ പങ്കാളികളാക്കി. ഏക സ്രഷ്ടാവ് അവന് സൃഷ്ടികർമ്മത്തിൽ മനുഷ്യരെ പങ്കാളികളാക്കിയതുപോലെ ഏക പുരോഹിതൻ അവൻ്റെ പൗരോഹിത്യത്തിൽ സ്ലീഹന്മാരെയും അവരുടെ പിൻഗാമികളും പങ്കാളികളാക്കി. ഇതാണ് ദൈവത്തിൻ്റെ രീതി. ഏക സ്രഷ്ടാവ്, ഏക പുരോഹിതൻ. പക്ഷേ മനുഷ്യരെ സൃഷ്ടാക്കളാക്കിയതുപോലെ ചില മനുഷ്യരെ സൃഷ്ടാക്കളാക്കിയതുപോലെ ചില മനുഷ്യരെ, സ്ലീഹന്മാരെ അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളെ പുരോഹിതന്മാരാക്കി. ഇത് ബൈബിളിൻ്റെ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രീതിയാണ്. ദൈവം വെളിപ്പെടുത്തുന്ന രീതിയും സഹകരിപ്പിക്കുന്ന രീതിയുമാണ്. അങ്ങനെ ഈ ജീവൻ, ദൈവത്തിന് ലഭിച്ച ജീവൻ, അത് പകർന്നു കൊടുക്കാനുള്ള ദിവ്യമായ വാഴ്വ് ലഭിച്ചവരാണ് മനുഷ്യർ. ലൈംഗികത എന്ന് നാം വിളിക്കുന്ന ഈ സിദ്ധിയിലൂടെയാണ് ദൈവത്തിൻ്റെ സർഗാത്മകതയിൽ മനുഷ്യൻ പങ്കാളിയാകുന്നത്. അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത്, നമ്മൾ സെക്സ് എന്ന് പറയുമല്ലോ, അത് ദൈവം നൽകിയ അടിസ്ഥാനപരമായ 2-ാമത്തെ സിദ്ധിയാണ്. ജീവിക്കാനുള്ള മോഹമാണ് 1-ാമത്തെ സിദ്ധി. ദ ബേസിക് ഇൻസ്റ്റിങ്, ദ മോസ്റ്റ് ബേസിക് ഇൻസ്റ്റിങ്, അത് ജീവിക്കാനുള്ളതാണ്. 2-ാമത്തെ ബേസിക് ഇൻസ്റ്റിങ് ആണ് സെക്സ് എന്ന് പറയുന്നത്, ലൈംഗികത. എന്ന് വെച്ചാൽ ഈ ദൈവത്തിൻ്റെ സർഗാത്മകത അത് പ്രചരിപ്പിക്കാൻ, പടർന്നു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ദൈവം തന്നെ നമുക്ക് തന്നിരിക്കുന്ന കഴിവാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത്.
മക്കൾ വേണ്ട എന്നും ഒന്ന് മതി എന്നും മറ്റും തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ ഈ കൽപ്പനയോടുള്ള വെല്ലുവിളിയാണ്, ധിക്കാരമാണ്, സ്വാർത്ഥതയുടെ അത്യുച്ചയാണ്. മക്കൾ വേണ്ട, കല്യാണം വേണ്ട, വേണമെങ്കിൽ തന്നെ ഒന്ന് മതി എന്നൊക്കെ പറയുന്നതൊക്കെ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് പറഞ്ഞ കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. മക്കളില്ലെങ്കിൽ ലോകത്തിനോ രാജ്യത്തിനോ സഭയ്ക്കോ കുടുംബത്തിനോ ഭാവി ഇല്ലെന്ന് ഓർക്കുക. ഉണ്ടാവുമോ? മക്കൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളും അനുഭവിക്കുക. റഷ്യത് അനുഭവിക്കുക, ജപ്പാനത് അനുഭവിക്കുക, ചൈനത് അനുഭവിക്കുക. നമ്മളും അനുഭവിക്കണോ അത്? മക്കളില്ലെങ്കിൽ ലോകത്തിനോ രാജ്യത്തിനോ സഭയ്ക്കോ കുടുംബത്തിനോ ഭാവിയില്ല. അപ്പോൾ തീർത്തും സ്വാർത്ഥപരമായി ചുരുങ്ങി മക്കൾ വേണ്ട, മക്കൾ വേണമെങ്കിൽ നല്ല ഒന്ന് മതി എന്നൊക്കെ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ വളരെ വൈകി ഉണ്ടായാൽ മതി എന്നൊക്കെ തീരുമാനിച്ചാൽ, അത് ദൈവത്തിൻ്റെ കൽപ്പനയോടുള്ള ധിക്കാരം മാത്രമല്ല, നമ്മുടെ ഭാവി തന്നെ തുലച്ചു കളയുന്നതിന് തുല്യമാകും. ദൈവമാണ് ഈ കൽപ്പന നൽകിയിരിക്കുന്നത് എന്നതിനാൽ മക്കളെ ജനിപ്പിക്കുന്നത് അങ്ങേയറ്റം ഉത്തരവാദിത്വത്തോടു കൂടെ ആയിരിക്കണം. ശൈശവ വിവാഹം പാടില്ലാത്തതുപോലെ തന്നെ ഏറെ പ്രായം ചെന്നുള്ള വിവാഹവും ശരിയല്ല. ശൈശവ വിവാഹം തെറ്റാണെന്ന് നമ്മൾ പറയുന്നു. ഏറെ പ്രായം ചെന്നുള്ള വിവാഹവും അതുപോലെ തെറ്റാകില്ലേ? ഈ മക്കളെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു വിവാഹത്തിൻ്റെ രണ്ട് ലക്ഷ്യങ്ങൾ എന്താണ്? ദമ്പതികളുടെ നന്മയും ഭാര്യ ഭർത്താവിൻ്റെ നന്മയും മക്കളും. ഇതിലേതെങ്കിലും ഒരു ലക്ഷ്യം ഇല്ലേ വേണ്ടെന്ന് വെച്ചാൽ അപ്പോൾ വിവാഹത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാകുമോ? മാത്രമല്ല, ശാരീരികമായി നോക്കിയാൽ ഒരു 24-30 വയസ്സിന് ശേഷം സ്ത്രീകൾക്കും 35-40 വയസ്സിന് ശേഷം പുരുഷന്മാർക്കും നല്ല ആരോഗ്യമുള്ള കുട്ടികളെ കിട്ടാൻ പ്രയാസമാണ്. ഞാനതിൻ്റെ ശാരീരിക കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. 24-30 വയസ്സിന് ശേഷം പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് 35-40 വയസ്സിന് ശേഷം പുരുഷന്മാർക്ക് വളരെ നല്ല ആരോഗ്യമുള്ള കുട്ടികളെ കിട്ടാൻ സാധ്യതയുണ്ടോ? ശാരീരികമായി നോക്കിയാൽ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം 30% ഈ ഇൻഫെർട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ്, എന്നിട്ട് സഭ നിരോധിച്ചിരിക്കുന്ന IVF മറ്റത് മറിച്ചെന്നെല്ലാം പറഞ്ഞ് പോവുകയാണ്. ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഗംഭീരം തോന്നും, പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലെല്ലാം തന്നെ രോഗത്തിൻ്റെ സാധ്യതകളുണ്ട്. ഇപ്പം നമുക്ക് ലോകം രോഗാവസ്ഥയിലാണ് അല്ലേ? ശാസ്ത്രം ഇത്രയൊക്കെ വികസിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും നമ്മൾ കൊറോണ പോലുള്ള മഹാമാരികൾ പേടിച്ചിട്ട് നമ്മൾ ജീവിക്കണേ. എല്ലാ ദിവസവും മാസ്ക് വെക്കേണ്ട ഒരു അവസ്ഥയാണ്. ആശുപത്രി പോകാത്ത ദിവസം ഉണ്ടോ നമ്മൾ? നിങ്ങൾ ഒരു 80 വയസ്സായ 70 വയസ്സായ ആളുകളോട് ചോദിച്ചു നോക്കിയാൽ എന്തെങ്കിലും അവർ ആശുപത്രി പോയിട്ടുണ്ടോയെന്ന്. വല്ലപ്പോഴും ഒരിക്കൽ തീവ്രമായിട്ടൊരു രോഗം വന്നപ്പോഴല്ലാതെ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഹോസ്പിറ്റലാണ്. മരുന്ന് കഴിക്കാത്ത ഏതെങ്കിലും ദിവസം ഉണ്ടോ നമ്മൾ? കാരണം എന്താണ്? ശാസ്ത്രം ഇങ്ങനെ വികസിക്കുന്നു പറയുമ്പോഴൊക്കെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ് ശാസ്ത്രത്തിൻ്റെ വികസനമെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിനും ഈ ലോകത്തിൻ്റെ ആരോഗ്യത്തിനും പ്രപഞ്ചത്തിൻ്റെ ആരോഗ്യത്തിനും ഹാനികരമായിരിക്കും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. നിങ്ങൾ ദൈവവിശ്വാസിയോ ദൈവവിശ്വാസി അല്ലാത്തവനോ ആരാണെങ്കിലും അങ്ങനെയായിരിക്കും. അത് സത്യമാണ്. ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ, അതാണ് കർത്താവ് പറഞ്ഞ രണ്ടാമത് ഇല്ലേ? സന്താനപുഷ്ടിയിൽ പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ. കാൽ കീഴിലാക്കുക എന്നാണ് ഹെബ്രായ ഭാഷയിലെ ഈ ഖബാഷ് എന്ന വാക്കിനർത്ഥം. ഖബാഷ് അതാണ് കീഴടക്കുക എന്നുള്ള വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഖബാഷ് എന്നാണ് ഹീബ്രു. 2 ദിനവൃത്താന്തം 28:10, യിരെമീയായുടെ പുസ്തകം 34:11 ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള അനുമതി പത്രമല്ല ഇത്. കീഴടക്കുക, കാൽ കീഴിലാക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ അങ്ങ് ചൂഷണം ചെയ്യാനല്ല അർത്ഥം. കഴിയാവുന്നത്ര സന്താനങ്ങൾ ജനിപ്പിച്ചിട്ട്, അതായത് ഒരാൾക്ക് 4-5 ഭാര്യ, ഓരോ ഭാര്യയിൽ 4-5 മക്കൾ, അങ്ങനെ 25-50 മക്കൾ ഇല്ലേ? ബിൻ പോലെയോ ഈദി അമീനെ പോലെയോ അങ്ങനെ പെറ്റുപെരുകി ഭൂമിയെ കീഴടക്കുന്നതുമല്ല. ഇല്ലേ? ജനസംഖ്യ കൊണ്ട് ഭൂമിയെ കീഴടക്കുക, അങ്ങനെ ഒരു മതം വിചാരിക്കുന്നുണ്ട്. ഒരു 10-40 കൊല്ലമായുള്ളവരങ്ങനെ അങ്ങനെ തീരുമാനിച്ചിട്ട് അത് അവർ വിജയിച്ച് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഭൂമിയെ കീഴടക്കുന്നതുമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കീഴടക്കാൻ ശ്രമിച്ചാൽ അവർ തന്നെ നശിക്കും, അവരെ തന്നെ വെട്ടിക്കൊല്ലും. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഭൂമിയിൽ നിറഞ്ഞ കീഴടക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നോ ജനസംഖ്യ കൊണ്ട് മറ്റ് മതങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തുക എന്നോ പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തുക എന്നോ ഒന്നൊന്നുമല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. മറിച്ച് പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും നന്മയ്ക്കായി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും പ്രകൃതിയെയും ഭൂമിയെയും ജീവനെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന കാര്യസ്ഥനായി വർത്തിക്കുകയും ചെയ്യുക. അത് ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക. ഭൂമിയിൽ നിറഞ്ഞതിന് കീഴടക്കുക എന്ന് പറഞ്ഞാൽ ഈ കീഴടക്കൽ എന്ന് പറയുന്നത്, കാൽ കീഴിലാക്കുക എന്ന് പറയുന്നത് കാര്യസ്ഥൻ്റെ ജോലിയാണ്. അല്ലാതെ
ആധിപത്യ പ്രവണതയുള്ള ഏകഛത്രാധിപതിയുടെ ജോലിയല്ല. അതായത് പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും നന്മയ്ക്കായി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, പ്രകൃതിയെയും ഭൂമിയെയും ജീവനെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന കാര്യസ്ഥനായി വർത്തിക്കുക. അതായത് പ്രകൃതിയുടെ യജമാനനല്ല മനുഷ്യൻ, കാര്യസ്ഥനാണ്. പ്രകൃതിയുടെ യജമാനൻ ദൈവമാണ്. ആ പ്രകൃതിയെ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവം. യജമാനായ ദൈവം കാര്യസ്ഥന്മാരായ നമ്മളെ പ്രകൃതിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 373, 2415, 2417, 2415 മുതൽ 2417 വരെ. പ്രകൃതിയെ കീഴടക്കാനുള്ള സിദ്ധിയോടുകൂടി ജനിപ്പിക്കപ്പെട്ട മനുഷ്യൻ ദേവീദേവന്മാരുടെ ക്രൂര വിനോദങ്ങൾക്കായി തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടമല്ല എന്നാണ് മറ്റൊരു പാഠം ഇത് നൽകുന്നത്. അതായത് പ്രകൃതിയെ കീഴടക്കാനുള്ള സിദ്ധിയോടുകൂടിയാണ് മനുഷ്യൻ ജനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദേവീദേവന്മാരുടെ, അതായത് ചൊവ്വ, ശനി, സൂര്യഭഗവാൻ, ഇല്ലേ, ശനിദശ, ചൊവ്വാദോഷം, ഇങ്ങനെയുള്ള ഈ പ്രകൃതിയിലെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും കളിപ്പാട്ടമല്ല മനുഷ്യൻ. പ്രകൃതിയെ കീഴടക്കാനുള്ള സിദ്ധിയോടുകൂടി ജനിപ്പിക്കപ്പെട്ട രാജാവാണ്. അതിനാൽ രാഹുവിനും കേതുവിനും സ്വാധീനിക്കാൻ കഴിയുന്നവനല്ല മനുഷ്യൻ. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ചൊവ്വാദോഷം ഇല്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ യഹൂദ ക്രിസ്തീയ സംസ്കൃതികളിൽ സമത്വം നിലനിൽക്കുന്ന നാടുകളിൽ നിന്നാണ് ഉണ്ടായത്. കാരണം എന്താണ്? അതിന് കാരണം ഈ ദൈവവചനമാണ്. നമ്മൾ പറയും ഇല്ലേ, വേദങ്ങളിലും ഉപനിഷത്തുകളിലൊക്കെയാണ് ഈ ശരിക്കുള്ള കണ്ടുപിടുത്തങ്ങൾ കിടക്കണൊക്കെ പറയും. പറച്ചിലൊക്കെ ഉണ്ട്, പക്ഷേ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടില്ല. അതൊക്കെ നടന്ന എവിടെയാണ്? യഹൂദ നാട്ടിലും ക്രിസ്ത്യാനികളുടെ നാട്ടിലുമാണ്. നമ്മൾ അവിടുന്ന് ടെക്നോളജി കടമെടുത്തിട്ടാണ് നമ്മൾ വളരുന്നുണ്ട്, ഇല്ലെന്നും ഞാൻ പറഞ്ഞില്ല, മോശമൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ ഫിലോസഫി എന്തായിരുന്നു? എല്ലാം മായയാണ്. ഇത് ഈ കയറിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിച്ചതുപോലെയാണ് പ്രപഞ്ചമെന്നാണ് ഇന്ത്യൻ ഫിലോസഫി. മായയാണ്, യാഥാർത്ഥ്യമല്ല. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ, എങ്ങനെയെങ്കിലും സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ ലോകത്തിന് വിലയുണ്ടാകില്ല. മറിച്ചാണ് ക്രൈസ്തവ സംസ്കൃതി. അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സ്രഷ്ടാവിൻ്റെ കഴിവുകളോടുകൂടിയാണ്, രാജാവായിട്ടാണ്, കാര്യസ്ഥനായിട്ടാണ്, ഇതിനെ കീഴടക്കാനുള്ള സിദ്ധികളോടുകൂടിയാണ്. അതിനാൽ പ്രപഞ്ചത്തിൻ്റെയോ പ്രകൃതിയുടെയോ കളിപ്പാട്ടമല്ല മനുഷ്യൻ, രാജാവാണ്. പക്ഷെ രാജാവെന്ന് പറഞ്ഞാൽ ഏകഛത്രാധിപതിയല്ല, കാര്യസ്ഥനാണ്. തലവരെ മാറ്റാൻ പറ്റാത്ത വിധം ബന്ധിക്കപ്പെട്ടവനല്ല മനുഷ്യൻ. അതവൻ്റെ വിധി, അങ്ങനെയൊന്നും കർത്താവ് പറയില്ല. തീർച്ചയായിട്ടും ദൈവം നമുക്കൊരു പദ്ധതി വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലല്ല. തലവരെ മാറ്റാൻ പറ്റാത്ത വിധം ബന്ധിക്കപ്പെട്ടവനായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രകൃതിയെ കീഴടക്കാനുള്ള നിയോഗ ദൗത്യം ലഭിച്ച രാജാവാണ്. അതിനാൽ ഭാവി അറിയാൻ വേണ്ടി ജാതകം, കൈരേഖ, വാരഫലം, മന്ത്രവാദം, വെളിച്ചപ്പാട്, ജ്യോതിഷം ഇങ്ങനെയുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നവരെ അവരെക്കുറിച്ച് പറഞ്ഞ ദൈവത്തിന് നിന്ദരാണ്, അറപ്പാണ് അവരെ എന്നാണ്. നിയമാവർത്തന പുസ്തകം 18:9-14. ഭാവി അറിയാൻ വേണ്ടി ജാതകം, കൈരേഖ, വാരഫലം, മന്ത്രവാദം, വെളിച്ചപ്പാട്, വാസ്തു, ജ്യോതിഷം ഇങ്ങനെ നോക്കുന്നവരൊക്കെ ദൈവത്തിന് കൊടി അറപ്പാണ്. കാരണം എന്താ? അവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല. ഈ ലോകത്തെ കീഴടക്കാനുള്ള സിദ്ധിയുമായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ കൈരേഖയുടെ അടിമയായി നടക്കുക, ജ്യോതിഷത്തിൻ്റെ അടിമയായിട്ട് നടക്കുക. എന്നിട്ടത് ശാസ്ത്രമാണ്. കള്ളി തിരിച്ചാൽ അങ്ങനെയാണോ ജീവിതം? ഈ പ്രപഞ്ചം കള്ളി തിരിച്ച് ഇങ്ങനെ അടയാളപ്പെടുത്താൻ പറ്റുമോ? കള്ളി തിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ പ്രപഞ്ചത്തെയാണ് കള്ളി തിരിക്കണേ. ഈ കൈരേഖയിലും കള്ളി തിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ കള്ളി തിരിച്ച് അതിനുള്ളിലാക്കാൻ പറ്റുമോ? അങ്ങനത്തെയാണോ ഈ പ്രപഞ്ചം? പ്രപഞ്ചത്തെ അളക്കാൻ പറ്റുമോ? മാത്തമാറ്റിക്സ് ആണോ അത്? പ്രപഞ്ചത്തിൽ ഓരോ സ്പന്ദനം എന്താണ്? ഗണിതത്തിലാണ്, മാത്തമാറ്റിക്സിലാണെന്ന് പറഞ്ഞ ചാക്കോ മാഷാണോ? അതൊക്കെ വെറും വിഡ്ഢിത്തരമാണ്. പ്രപഞ്ചം മാത്തമാറ്റിക്സ് അല്ല. പൈത്തഗോറസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മാത്തമാറ്റിക്സ് അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് അളക്കാമായിരുന്നു. മാത്തമാറ്റിക്സ് ആണെന്ന് വിചാരിച്ചിട്ടാണ് കള്ളി ധരിച്ചിട്ട് സൂര്യൻ അവിടെ, ശുക്രൻ അവിടെ, ശനി ഇവിടെ, എന്നിട്ട് കവടി നിരത്തിട്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. അതായത് മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൻ്റെ അടിമയായി പോകുകയാണ്. ബൈബിൾ പറയുന്നത് മറിച്ചാണ്. പ്രപഞ്ചത്തെ കീഴടക്കാനുള്ള സിദ്ധികളോടുകൂടിയ രാജാവും കാര്യസ്ഥനും ദൈവം നിയോഗിച്ച ആളുമാണ് മനുഷ്യൻ. അതിനാൽ ഈ പ്രപഞ്ചത്തിൻ്റെ കളിപ്പാട്ടമല്ല, പ്രകൃതിയുടെ കളിപ്പാട്ടമല്ല.
പ്രകൃതിയെ കീഴടക്കാൻ സിദ്ധി ലഭിച്ചവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ചന്ദ്രനിലേക്ക് പോകുന്നു, ചൊവ്വയിലേക്ക് പോകുന്നു. ഇങ്ങനെ അതെല്ലാം നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ആഹാരമായി ഹരിതസസ്യങ്ങൾ നൽകിയിരിക്കുന്നു. ആദിമകാലത്ത് സസ്യഭുക്കുകളായിരുന്നു മനുഷ്യൻ. മത്സ്യമാംസാദികൾ കഴിക്കാതിരുന്നുള്ള കാരണം ജീവനോടുള്ള അതിയായ ആദരവായിരുന്നു. ഇപ്പോഴും ഒരുപാട് പേര് ഈ സസ്യാഹാരം മാത്രം കഴിക്കുന്നവരാ. ഞാനൊരു 32 വർഷം ഇറച്ചി, മുട്ട, മീൻ കഴിച്ചിരുന്നില്ല. 32 വർഷം പാല് കുടിച്ചിരുന്നു, ഇറച്ചി, മുട്ട, മീൻ ഞാൻ കഴിച്ചിരുന്നില്ല. അത് എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം യൂറോപ്പിലൊക്കെ വന്ന് കഴിച്ചപ്പോൾ നിവൃത്തിയില്ല, അപ്പോൾ കഴിച്ചേ പറ്റും. അങ്ങനെ കഴിച്ച് പഠിച്ചു. എല്ലാ ജീവജാലങ്ങളും സമ്പൂർണ്ണമായ സഹവർത്തത്തിൽ ജീവിച്ചിരുന്ന സുവർണ്ണ നാടുകളിലായിരുന്നു ഈ സസ്യാഹാരം ഉണ്ടായിരുന്നത്. യശയ്യാ 11:6-7. പിന്നീട് സാഹചര്യം മാറി. പാപം ചെയ്ത് പ്രകൃതിയുടെ ലയം ലംഘിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻ മത്സ്യമാംസാദികൾ കഴിക്കാൻ ആരംഭിച്ചപ്പോൾ രക്തം മാത്രം കുടിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തി. ഉൽപ്പത്തി 9:2-3. അപ്പോൾ ആദ്യം മനുഷ്യൻ പ്രകൃതി മറ്റേ ഇണങ്ങി ജീവിച്ചെത്തപ്പോൾ സസ്യാഹാരം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. പിന്നീട് പാപം ചെയ്ത് ഈ പ്രകൃതിയുടെ ലയം ലംഘിച്ചു. അപ്പോഴാണ് മത്സ്യമാംസാദികൾ കഴിക്കാൻ തുടങ്ങിയത്. അങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോഴും രക്തം കുടിക്കരുത്, അതായത് ജീവൻ എവിടെയാണോ രക്തത്തിലാണ്, അത് കുടിക്കരുതെന്ന് ദൈവം വിലക്കേർപ്പെടുത്തി. അതേസമയം ദൈവമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നതെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സങ്കീർത്തനം 104, 14, 15, 136, 25, 145, 15, 16, മത്തായി 6, 25, 26. അപ്പോൾ ബേസിക്കായിട്ട് ദൈവാശ്രയബോധത്തിൽ തന്നെ ജീവിക്കണം. അവസാനമായിട്ട് വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. തൻ്റെ ജ്ഞാനത്തിനും ഉദ്ദേശത്തിനും അനുസരിച്ച് ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. സങ്കീർത്തനം 104:24, 1 തിമോത്തി 4:4. ദൈവം തൻ്റെ ഉദ്ദേശത്തിനും ജ്ഞാനത്തിനും അനുസരിച്ച് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി. താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നെന്ന് ദൈവം കണ്ടു. അത് ഈ പ്രകൃതി വളരെ സുന്ദരമാണ് അല്ലേ? എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഈ ഭൂമി വിട്ട് നമുക്ക് പോകാൻ തോന്നുമോ? നമ്മൾ സ്വർഗം പോകണം, സ്വർഗത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞാലും ഈ ഭൂമി വിടാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഇല്ല. യേശുക്രിസ്തുവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. കഴിയുമെങ്കിൽ കാസ കടന്നു പോകട്ടെന്നാണ് അവനും പറഞ്ഞത്. സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് കർത്താവ്. തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്രയും സുന്ദരമാണ് ഈ ഭൂമി, അത്രയും ഗംഭീരമാണ്. താൻ സൃഷ്ടിച്ചതെല്ലാം ദൈവം നന്നായിരിക്കുന്ന കണ്ടു. ഈ ഭൂമി സുന്ദരമാണെന്ന് ദൈവം കണ്ടു. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ചേർന്നതുമാണ്. ഓരോ ദിവസത്തെ സൃഷ്ടികർമ്മം കഴിഞ്ഞും അത് നന്നായിരിക്കുന്നെന്ന് ദൈവം കണ്ടു എന്ന് തിരുവചനത്തിലുണ്ട്. പക്ഷെ 6-ാം ദിവസം സൃഷ്ടികർമ്മം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അത്യുച്ചയായി 2 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അത് നന്നായിരിക്കും ദൈവം കണ്ടെന്നാണ് മറ്റു ദിവസങ്ങളിലൊക്കെ. ഈ 6-ാം ദിവസത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നു. താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നു. പിന്നെ വളരെ നന്നായിരിക്കുന്നു. സൃഷ്ടിച്ചതെല്ലാം വളരെ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തുണ്ട് 6-ാം ദിവസത്തിൽ. അതിന് കാരണമുണ്ട്. ദുർദേവത എന്ന തിയാമത്ത് എന്ന ദുർദേവതയെ തോൽപ്പിച്ച് അവളുടെ ശരീരം 2ആയിട്ട് വെട്ടിമുറിച്ച്, അതുകൊണ്ടാണ് ഒരു ഭാഗം കൊണ്ട് ആകാശങ്ങളും ഒരു ഭാഗം കൊണ്ട് ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് ബാബിലോണിയൻ പുരാണം. അതിനെ ഖണ്ഡിക്കുകയാണ് ഈ ബൈബിൾ എഴുതിയ മോശെ, പഴയ നിയമം എഴുതിയ മോശെ. അതായത് ദുർദേവത കൊണ്ടല്ല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവമാണ് സൃഷ്ടിച്ചത്. അത് വളരെ നല്ലതാണ്. ദുർദേവത കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതിനാൽ ലോകത്ത് തിന്മ കാണുന്നുവെന്ന ബാബിലോണിയൻ ഐതിഹ്യത്തെ, മിത്തിനെ ഖണ്ഡിക്കുകയാണ് ബൈബിൾ രചയിതാവ്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്, വളരെ നല്ലതാണ്. തിന്മയിൽ നിന്നല്ല ലോകമുണ്ടായത്. മാത്രമല്ല ദൈവം തന്നെ മനുഷ്യനായി ഈ ലോകത്തിൽ വരാനിരിക്കുകയായിരുന്നു. യോഹന്നാൻ 1:14 വചനം മാംസമായി ഈ ലോകത്തിൽ കൂടാരമടിച്ചു. തൻ്റെ മകനെ നൽകാൻ തക്ക വിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ 3:16. അതുകൊണ്ട് ഈ ലോകം, ഈ ഭൂമി മായയല്ല. കയറിനെ പാമ്പായി കണ്ടതുപോലെ മായയല്ല, യാഥാർത്ഥ്യമാണ്. ദൈവം മനുഷ്യനായി വന്നത് ഈ ലോകത്തിലാണ്. തൻ്റെ ഏകജാതൻ നൽകാൻ തക്ക വിധം ദൈവം സ്നേഹിച്ചത് ഈ ലോകത്തെയാണ്. ആ ലോകത്താണ് നമ്മൾ. ഇത് വളരെ നന്നായിരിക്കുന്നു, അതിൻ്റെ സൗന്ദര്യം നന്നായിരിക്കുന്നു. അതിൻ്റെ പരിസ്ഥിതിയൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അത് ശരിക്കും സുന്ദരമായിരിക്കുന്നത്. അതിനെ എങ്ങനെയെങ്കിലൊക്കെ വെട്ടി നശിപ്പിച്ച് ചൂഷണം ചെയ്ത് പ്രകൃതിയെയും നമ്മെ തന്നെ നശിപ്പിക്കാൻ പാടില്ല. ദൈവമാണ് യജമാനൻ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ. നമ്മൾ കാര്യസ്ഥന്മാരാണ്. യജമാനോട് കണക്ക് പറയേണ്ട കാര്യസ്ഥന്മാർ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.